ഇനി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ ഓപ്പറേഷൻ പഠിക്കാം. ഓക്കെ, ഇൻസേർഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 3 വേസിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു നോഡിനെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന പുതിയ നോഡ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ നോഡായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അവസാനത്തെ നോഡായിട്ട് ഈ ഒരു പുതിയ നോഡിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പൊസിഷൻ തരും. ആ പൊസിഷന് ശേഷം നമ്മുടെ ഈ പുതിയ നോഡിനെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ ഇൻസേർട്ട് അറ്റ് ദ ഫ്രണ്ട് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാമേ. സോ ഇപ്പോൾ നോക്കിക്കേ, സപ്പോസ് ഇതായിരുന്നു നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഒരു ഹെഡ് ഉണ്ട്. ഇതിനെല്ലാം ഞാൻ നമ്പർ കൊടുക്കാം. 2000 എന്നാണ് മെമ്മറി അഡ്രസ്സ്, ഇത് 3000 ആണ് മെമ്മറി അഡ്രസ്സ്, ഇത് 4000 ആണ് മെമ്മറി അഡ്രസ്സ്. ഇതിൻ്റെ ലിങ്ക് പോർഷൻ നള്ളാണ്. ഇങ്ങനെ മാറ്റി എഴുതുമ്പോഴേക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും. ആ ഒരു വേരിയബിളിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും, നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ നോഡായിരിക്കും. അതെന്താണ് 2000. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഹെഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ നോഡിലേക്ക് എത്തും. അവിടെ നിന്ന് നമ്മൾ ഈ ഹെഡ്, അതായത് 2000ൻ്റെ അഡ്രസ് പോർഷനിൽ കിടക്കുന്ന എന്താണ്, നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്, അതായത് 3000. ഓക്കെ, ഈ 3000ൻ്റെ ലിങ്ക് പോർഷനിൽ കിടക്കുന്ന എന്താണ്, 4000 എന്നുള്ള നെക്സ്റ്റ് അഡ്രസ്. 4000ൻ്റെ ലിങ്ക് പോർഷൻ നൾ, അതായത് ഇനി നമുക്ക് റൈറ്റിലേക്ക് വരെ നോഡൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു നോഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവുക. ഓക്കെ, ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മൾ അതായത് ഈ 2000ൻ്റെ പൊസിഷനിൽ വേണം പുതിയ നോഡ് വരാൻ. അതായത് ഇവിടേക്കാണ് നമ്മൾ പുതിയൊരു നോഡിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് എ ന്യൂ നോഡ് കൊടുത്തു. അപ്പോൾ ഈ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ നോഡിൻ്റെ 2 ഡേറ്റയാണ് നമുക്ക് ഫില്ല് ചെയ്യുക. അതായത് ന്യൂ നോഡിൻ്റെ കേസിൽ 2 കോൺസെപ്റ്റ്സ് ആണുള്ളത്. പുതിയ നോഡിൻ്റെ ഡേറ്റയും അതേപോലെ തന്നെ പുതിയ നോഡിൻ്റെ ലിങ്കും. പുതിയ നോഡിൻ്റെ ഡേറ്റയും സെറ്റ് ചെയ്യണം, പുതിയ നോഡിൻ്റെ ലിങ്കും സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നോഡിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ യൂസർ നമുക്ക് തരുന്നൊരു വാല്യൂ ആയിരിക്കും നോഡിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചുമ്മാ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇതിൻ്റെ ലിങ്ക്. അതായത് നമ്മൾ പുതുതായിട്ടൊരു നോഡിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ന്യൂ നോഡെന്ന് വിചാരിക്കുക. ആ ന്യൂ നോഡിൻ്റെ ഡേറ്റ നമ്മൾ ഓൾറെഡി എക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേര്, ന്യൂ എന്നാണ് പേര്. ഇതാണ് അതിൻ്റെ അഡ്രസ്സായിട്ട് നമ്മൾ വിളിക്കുന്നത്. 2000 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കില്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു നോഡിനെ വിളിച്ച പേരെന്താണ്, ന്യൂ എന്നാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊണ്ടുവരണം. അതായത് ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഈ 2000 എന്നുള്ള അഡ്രസ്സ് തൊട്ട്, അതായത് 2000 രണ്ടാമത്തെ നോഡാവുകയാണ്, ന്യൂ ആയിരിക്കും ഇനി ആദ്യത്തെ നോഡ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ന്യൂവിൻ്റെ അഡ്രസ് പൊസിഷന് വരേണ്ട എന്താണ്, 2000 എന്നുള്ള അഡ്രസ് വാല്യൂ വേണം വരാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂവിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ആരുമായിട്ടാണ്, നമ്മുടെ ഓൾറെഡി ഉള്ള ലിങ്ക് ലിസ്റ്റുമായിട്ട് അല്ലേ. ലിങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ നോഡുമായിട്ട്. ഈ ആദ്യത്തെ നോഡെന്ന് പറഞ്ഞാൽ എന്താണ്, 2000. ഈ 2000 എന്നുള്ള വാല്യൂ ഹോൾഡ് ചെയ്തേക്കുന്ന ആരാണുള്ളത്, നമ്മുടെ ഹെഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂവിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹെഡായിരിക്കും. അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു പ്രശ്നമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഹെഡ് എന്നുള്ള പൊസിഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡിലുള്ള വാല്യൂ എത്രയാണ്, 2000 ആണ്. ആ വാല്യൂ ആണ് നമ്മൾ ആരിലേക്ക് കൊടുത്തേക്കുന്നത്, ന്യൂ എന്നുള്ള നോഡിൻ്റെ ലിങ്ക് ആക്കി കൊടുത്തേക്കുന്നത്. ന്യൂവിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹെഡായിരിക്കും. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2000. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് 2000 എന്ന് എഴുതാൻ പറ്റി. സോ 2000 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ 2000 കണക്ട് ആകും. ഇപ്പോൾ നോക്കിക്കേ, ഈ ഒരു പുതിയ നോഡ്, ന്യൂ നോഡിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മുടെ ലിങ്ക് ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഫസ്റ്റ് നോഡല്ല, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യണം, നമ്മൾ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ന്യൂ നോഡിനെ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യണം, ഹെഡുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഹെഡിൻ്റെ പൊസിഷനിൽ ഇപ്പോഴത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2000 ആണ്. അത് മാറ്റി ഹെഡിൻ്റെ കണ്ടന്റ് എന്താക്കി മാറ്റണം, ന്യൂ ആക്കി മാറ്റണം. അതായത് നമ്മുടെ ഹെഡ് ഇനിയിപ്പോൾ ഏത് വാല്യൂവിനെയാണ് ക്യാരി ചെയ്യേണ്ടത്, ന്യൂ എന്നുള്ള വാല്യൂവിനെ വേണം ക്യാരി ചെയ്യാൻ. ന്യൂ എന്നുള്ള വാല്യൂവിനെ വേണം ക്യാരി ചെയ്യാൻ. ദാറ്റ് ഈസ് ഹെഡ് ഇസ് ഈക്വൽ ടു ന്യൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 3000, 4000, 2000 എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ നോഡിനെ ന്യൂ എന്നുള്ള പേര് വിളിച്ചത്. അപ്പോൾ ഹെഡ് ഇസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ ഹെഡ് ഇനി പോയിന്റ് ചെയ്യുന്നത് ആരെയായിരിക്കും, ന്യൂനെ ആയിരിക്കും. ഈ ഒരു കണക്ഷൻ അവിടുന്ന് ബ്രേക്ക് ആവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂ നോഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ എക്സ് ആണ്, അതിൻ്റെ ലിങ്ക് 2000 ആണ്. ആ 2000 എവിടെ നിന്ന് കിട്ടിയത്, നമ്മുടെ പഴയ ഹെഡ് വാല്യൂ അല്ലേ. ആ ഹെഡ് എടുത്തു, എന്നിട്ട് പുതിയ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ഈ ഹെഡിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ ഹെഡിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, പുതിയ വാല്യൂ ആയിട്ട്. പുതിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡിനെ പോയിന്റ് ചെയ്യേണ്ടത് ആരെയാണ്, ന്യൂനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുള്ള പുതിയ നോഡ് വരുന്നത് നമ്മുടെ എൻഡായിട്ടായിരിക്കും. എന്തായിരിക്കും, ഓൾറെഡി ഇങ്ങനൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എം ടി ആയിട്ടുള്ള, മീൻസ് എൻ പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, എൻഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്.
ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിയേ, ആദ്യമേ ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്തൊരു ലിസ്റ്റായിരുന്നു വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ വരുന്നു, നമുക്ക് ന്യൂ നോഡെന്ന് വിളിക്കാം. ഈ ന്യൂ നോഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ ആകെയുള്ള ഒരേ ഒരു നോഡ്. ഇനിഷ്യലി ലിസ്റ്റ് എം ടി ആണ്, ഒരു എലമെൻറ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ടുള്ള നോഡ് വരുമ്പോഴേക്കും അതിന് നമുക്കൊരു ഡേറ്റ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്, ഈ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ അവിടെ, ഇനി വേറെ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്തായിരിക്കും, എപ്പോഴും നമ്മൾ ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് പറയുന്നത് എന്താണ്, ഒരു നോഡിനെ നമ്മുടെ എൻഡായിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എൻഡെന്ന് പറയുമ്പോഴേക്കും ഈ ന്യൂ നോഡിൻ്റെ എന്തായിരിക്കും, ലിങ്ക് പോർഷൻ എപ്പോഴും എന്തായിരിക്കും, നള്ളായിരിക്കും. കാര്യം ഇത് അവസാനത്തെ നോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ലിങ്ക് പോർഷൻ എന്തായിരിക്കും, നള്ളായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്ത, അതായത് ഹെഡ് നള്ളായിരുന്ന ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു വിചാരിക്കുക. ഹെഡിൻ്റെ കണ്ടൻറ്റ് എന്താണ്, നള്ളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ലിസ്റ്റ് ഫോം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ന്യൂ നോഡ് വരുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മുടെ ന്യൂ നോഡ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നമ്മുടെ ഈ ഹെഡിലേക്ക് നമുക്ക് ആരെ കണക്ട് ചെയ്യാം, നമ്മുടെ ന്യൂ നോഡിനെ കണക്ട് ചെയ്യാം. ഹെഡിലേക്ക് നമ്മൾ ആരെ കണക്ട് ചെയ്യാൻ പോവുകയാണ്, ന്യൂ നോഡിനെ കണക്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അതാണ് ഹെഡെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഹെഡിനെ കണക്ട് ചെയ്ത സമയത്ത് നമുക്കിവിടെ ന്യൂ എന്നുള്ള നോഡ് വന്നു. ആ ന്യൂ എന്നുള്ള നോഡിന് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡേറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ നള്ളാക്കി വെച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്താൽ മതി, ഈ ന്യൂ നോഡിനെ നമുക്ക് ഈ എന്ത് ചെയ്യണം, ഈ ന്യൂ എന്നുള്ള നോഡിനെ ഹെഡുമായിട്ട് കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡിൻ്റെ വാല്യൂ എന്താവണം, ന്യൂ ആവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ബോക്സിനകത്ത് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഹെഡ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂവിൻ്റെ അഡ്രസ്സ് എങ്ങോട്ടേക്ക് പോകും, ഹെഡിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താകും, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഓക്കെ, ഇത് ഒരു എലമെൻറ്റും ഇല്ലാതിരുന്ന ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഉള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു നോഡിനെ അവസാനത്തെ നോഡായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ ഹെഡ്, അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുവാണ്, 2 നോഡ് നമ്മുടെ ഓൾറെഡി ലിങ്ക്ഡ് ലിസ്റ്റിലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2 നോഡ് അല്ലെങ്കിൽ 3 നോഡ് വേണമെങ്കിൽ 3 നോഡ്. ഓക്കെ, 3 നോഡ് ലിങ്ക്ഡ് ലിസ്റ്റിലുണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 10, ഇത് 20, ഇത് 30, അതേപോലെ ഇതിൻ്റെ അഡ്രസ്സ് 1000, ഇത് 2000, ഇത് 3000 അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ നോഡിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ എൻ്റെ എന്തായിരിക്കും, നള്ളായിരിക്കും അല്ലേ. അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷനുണ്ട്, ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കണക്ഷനുണ്ട്. ഹെഡിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യിക്കുന്നത്, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഹെഡിൽ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഹെഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ വരും, ഫസ്റ്റ് നോഡിലേക്ക് വരും, അല്ലെങ്കിൽ 1000 എന്നുള്ള നോഡിലേക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ആ നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണ് വരേണ്ടത്, ഓൾറെഡി ഉള്ള എലമെൻറ്റ്സ് ഉള്ളൊരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ നോഡായിട്ട്. ഇതാണ് നമ്മുടെ ന്യൂ നോഡെന്ന് വിചാരിക്കുക. ആ ന്യൂ നോഡിന് എന്തുണ്ട്, ഒരു എക്സ് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ നോഡിൻ്റെ ഡേറ്റയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ നോഡിനെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്തായിട്ടാണ്, ഒരു അവസാനത്തെ നോഡായിട്ടാണ്. അവസാനത്തെ നോഡ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ലിങ്ക് പോർഷൻ എന്തായിരിക്കും, നള്ളായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ ന്യൂ നോഡ് ആണല്ലോ. ഇനി അതിനെ കൊണ്ടുവന്ന് നമ്മുടെ ലിസ്റ്റിലോട്ടങ്ങ് അറ്റാച്ച് ചെയ്താൽ മതി. അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ച് വെക്കണം. ഇവിടെ വരച്ച് വെക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ന്യൂ നോഡാണെങ്കിൽ ഈ ന്യൂ നോഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ കൊടുക്കാൻ പോവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ഒരു നമ്മൾ സെർച്ച് ചെയ്ത് അവസാനത്തെ നോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെ വന്ന് നിൽപ്പുണ്ട്, PTR വന്ന് നിൽപ്പുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ വരാൻ പറ്റുക, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ഓൾറെഡി ഉള്ള നോഡിൻ്റെ എൻഡിൽ വേണം നമ്മൾ എത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റിലത്തെ നോഡ് വരെ നമുക്ക് എത്തണം. ലാസ്റ്റിലത്തെ നോഡ് വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്, നമുക്ക് അതായത് ഫസ്റ്റ് നോഡല്ല, സെക്കൻഡ് നോഡല്ല, തേർഡ് നോഡല്ല, അങ്ങനെ കുറേ നോഡ്സ് ഉണ്ടെങ്കിൽ എല്ലാ നോഡിലും എത്തണം. ഏത് നോഡിൻ്റെയാണോ ലിങ്ക് നള്ളായിട്ടുള്ളത് അതുവരെ നമ്മൾ എത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഏത് നോഡിൻ്റെ ലിങ്കാണോ നള്ളായിട്ടുള്ളത് അതുവരെ എത്തണം. ഇപ്പോൾ ഏത് നോഡിൻ്റെ ലിങ്കാണ് നള്ളായിരിക്കുന്നത്, 3000ൻ്റെ ലിങ്കാണ് എന്തായിട്ടിരിക്കുന്നത്, നള്ളായിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസൻ്റായിട്ടുള്ള നോഡിൽ ആരാണോ അവസാനത്തെ നോഡെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും നോഡിൻ്റെ ലിങ്ക് നള്ളാണെങ്കിൽ അതുവരെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോഡ് എടുത്ത് നോക്കും, അത് 1000 ആണ്. 1000ൻ്റെ ലിങ്കിനകത്ത് എന്ത് കിടപ്പുണ്ട്, 2000 കിടപ്പുണ്ട്. എങ്കിൽ നമ്മൾ 2000 എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, 2000ൻ്റെ ലിങ്കിൽ ആര് കിടപ്പുണ്ട്, 3000 കിടപ്പുണ്ട്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3000 എത്തുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് എന്താണ്, നള്ളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് നള്ളല്ല, നമുക്കിനി ഒരു ലിങ്കിനെ ഇവിടുന്ന് അല്ലെങ്കിൽ ഈ ഒരു നോഡിൻ്റെ ഈ ഒരു ലിങ്ക് എന്നുള്ള പോർഷനിൽ നമ്മൾ പുതിയ നോഡിനെ സെറ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു നോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഓരോ നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് PTR ആണ്. PTRൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്തുമായിരിക്കും, ഹെഡായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, PTRനെ അപ്ഡേറ്റ് ചെയ്യണം. എപ്പോൾ വരെ ആയിട്ട് ചെയ്യേണ്ടത്, വൈൽ PTRൻ്റെ ലിങ്ക് നമ്മൾ ലിങ്കല്ലേ നോക്കിപ്പോന്നേ,
PTR ലിങ്ക് നോട്ട് ഈക്വൽ ടു എന്താവുന്നത് വരെ, നള്ളാവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അടുത്തടുത്ത നോഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടുത്തടുത്ത നോഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്, PTRനെ ചേഞ്ച് ചെയ്യണം. PTR എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഉള്ള PTRൻ്റെ ലിങ്ക് ആയിരിക്കും പുതിയ PTR എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ കൊടുത്തേക്കുന്നത് ഹെഡാണ്, അതിന് ശേഷം എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ PTR എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തോളും. PTR ടെൻസ് ടു ലിങ്ക് അല്ലേ. PTR എന്ന് പറഞ്ഞാൽ എന്താണ്, PTRന് തന്നെ ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യത്തെ PTR 1000 ആണ്, 1000ൻ്റെ ലിങ്കാണ് 2000. അപ്പോൾ ഈ 2000 ആണ് ഇനി നെക്സ്റ്റ് PTR. കണ്ടോ, ആ 2000 എന്നുള്ള PTR ആണ് നെക്സ്റ്റ് PTRൻ്റെ ലേക്കുള്ള ലീഡ്, അതായത് 3000 എന്നുള്ള വാല്യൂ. അപ്പോൾ 3000 PTR ആവുന്ന സമയത്ത് 3000 ആണ് PTR. മനസ്സിലായോ, ഇങ്ങനെയായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എലമെൻറ്റിൻ്റെ PTR = PTR ടെൻസ് ടു ലിങ്ക്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ നോഡ് വരെ നമ്മൾ എത്തും. എപ്പോൾ വരെയാണ്, ഈ ലാസ്റ്റിലത്തെ 3000 എത്തുന്ന സമയത്ത് PTRൻ്റെ വാല്യൂ, ലിങ്കിൻ്റെ വാല്യൂ എന്തായി പോകും, നള്ളായി പോകും. അപ്പോൾ നള്ളായി പോവുകയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ഈ നോഡ് മാറ്റി, ഈ നോഡിന് ശേഷം പുതിയൊരു നോഡ് വരാനുണ്ട്. പുതിയൊരു നോഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നോഡിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. നോഡിൻ്റെ ഡേറ്റ എക്സും നോഡിൻ്റെ ലിങ്ക് എന്താണ്, നള്ളുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ആണല്ലോ. സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നത്. നമുക്കിതിനെ ഇങ്ങോട്ട് പൊസിഷൻ ചെയ്യിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു നോഡിനെടുത്ത്, അതായത് സെയിം നോക്ക്, ഇവിടെ 3000 ഉണ്ടെന്നുണ്ടെങ്കിൽ 3030 നള്ളുണ്ട്. ഓക്കെ, ഈ ഒരു നോഡിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ട് അവിടേക്ക് വേണം നമ്മൾ ആരെ കൊണ്ടുവരാനായിട്ട്, ന്യൂ നോഡ് വരാനായിട്ട്. ഓക്കെ, ന്യൂ നോഡിനകത്ത് എക്സ് ഉണ്ട്, അതിൻ്റെ അവസാനത്തെ നോഡ് ആയതുകൊണ്ട് അതിൻ്റെ ലിങ്ക് എന്തായിരിക്കും, നള്ളായിരിക്കും. ഓക്കെ, അതിനകത്ത് വേറെ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ന്യൂ നോഡ് സെറ്റായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വന്ന് നിൽക്കുന്നത് എന്താണ്, PTRലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് അല്ലേ. PTRൻ്റെ അടുത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ന്യൂവിലേക്ക് നമുക്ക് കണക്ഷൻ കിട്ടണം. എന്ന് പറഞ്ഞാൽ എന്താണ്, PTRൻ്റെ ലിങ്ക് എന്താണെന്ന് ചെക്ക് ചെയ്യണം, നമ്മുടെ പുതിയ നോഡ് അല്ലെങ്കിൽ ന്യൂ ആണെന്ന് ചെക്ക് ചെയ്യണം. എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. PTRൻ്റെ ലിങ്ക് ന്യൂ ആണോ എന്ന് നോക്കാം. അങ്ങനെ അല്ല, PTRൻ്റെ ലിങ്ക് നമ്മൾ എന്തായി സെറ്റ് ചെയ്ത് കൊടുക്കും, ന്യൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി PTRൻ്റെ ലിങ്ക് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഈ ഒരു പോർഷനിൽ എന്തായി മാറും, ന്യൂ വാല്യൂ, ദാറ്റ് ഈസ് എക്സ് എന്നുള്ള വാല്യൂ സെയിം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻസേർഷൻ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇൻസേർഷൻ 2 വേയിൽ നടക്കാം. എങ്ങനെയൊക്കെയാണ്, ആദ്യം അറ്റ് ദ ബിഗിനിങ്ങിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസേർട്ടിങ് അറ്റ് ദ എൻഡ്, നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ എലമെൻറ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാം. അവസാനത്തെ എലമെൻറ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് 2 കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യുന്നത്. ഇനിഷ്യലി നമ്മുടെ ലിസ്റ്റ് എംപ്റ്റി ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ആകെ ഒരേ ഒരു എലമെൻറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ലിസ്റ്റ് നോട്ട് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ, അതായത് ലിസ്റ്റിനകത്ത് ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള ലിസ്റ്റിനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ ലിസ്റ്റിനകത്തുള്ള ഓരോ നോഡിലും പോയി നോക്കി ഏത് നോഡിൻ്റെ ലിങ്കാണോ നള്ളാവുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐട്രേറ്റ് ചെയ്യണം. എന്നിട്ട് എപ്പോഴാണ് ഒരു നോഡിൻ്റെ ലിങ്ക് വാല്യൂ നള്ളാവുന്നത് ആ നോഡിൻ്റെ റൈറ്റിൽ വേണം പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ, പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. എന്താണ്, ന്യൂ നോഡിൻ്റെ ക്രിയേഷൻ. അതായത് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂവിൻ്റെ ഡേറ്റ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ന്യൂവിൻ്റെ ലിങ്കാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് പോകണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അപ്പം ഈ ന്യൂവിൻ്റെ ലിങ്ക്, പുതിയ നോഡിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുമായിരിക്കും, നള്ളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ, കാര്യം ഇത് ലാസ്റ്റ് നോഡായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ന്യൂവിൻ്റെ ലിങ്ക് എന്തായിരിക്കും, നള്ളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നോഡ്. ഇനി ആ നോഡിനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഓൾറെഡി ഈ ഒരു വാല്യൂവിൽ, ഈ ഒരു അഡ്രസ്സിൽ ആര് വരണം, ന്യൂ വരണം. ഈ ഒരു അഡ്രസ്സിൽ, മനസ്സിലാവുന്നുണ്ടോ, ഈ ഒരു അഡ്രസ്സിൽ ആര് വരണം, നമ്മുടെ ന്യൂ വരണം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ 3000 ഉണ്ട്, ഇവിടെ വാല്യൂ 30 ആണ്. ഈ അഡ്രസ്സാണ് നമുക്കിവിടെ വേക്കൻ്റായി കിടക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വാല്യൂ ആയിട്ട് നമ്മളിതിനെ ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്, PTR ആണല്ലോ. അപ്പോൾ PTRൻ്റെ ലിങ്ക് പോർഷനാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. PTRൻ്റെ ലിങ്ക് എന്തായി കൊടുക്കണം, PTRൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്, പുതുതായിട്ട് വന്നിരിക്കുന്ന നോഡിൻ്റെ ലിങ്ക് നമ്മൾ എന്തായിട്ട് കൊടുക്കണം എന്നുള്ളത് നോക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ നോഡിലേക്ക് വേണം ആരെന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ലിങ്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യണം, PTRൻ്റെ ലിങ്ക് എന്തായിരിക്കും, ന്യൂ ആയിരിക്കും. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ നോഡ്. ഓക്കെ, അപ്പോൾ ആ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ വരും, ഈ ഒരു സെക്ഷനിൽ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഉള്ള ഒരു നോഡിലേക്ക് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ലിസ്റ്റിലേക്ക് പുതിയൊരു നോഡിലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.